ആദരണീയനായ സ്റ്റേഷൻ ഓഫീസർ കൺമണിക്കുട്ടി സാറെ, നമ്മുടെ പ്രിയപ്പെട്ട ബിബിനച്ച, ഡിവിഷൻ സർവീസ് ടീച്ചറെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുട്ടികളെ, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. നാളെ അവധിയായതുകൊണ്ട് നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ, ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ, സാമൂഹ്യ തിന്മയ്ക്കെതിരെ നിങ്ങൾ സൈക്കിൾ റാലിയിലൂടെ ലഹരിക്കെതിരെ ഒരു സന്ദേശം നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കുകയാണ്. നമുക്കറിയാം, കേരള ഗവൺമെൻറ് ഈ വർഷം ഈ ലഹരി എന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഈ ഒരു മാസമായിട്ട് ഏതാണ്ട് 100 കണക്കിന് പ്രതികളെയാണ് ലഹരി ആളുകളിലേക്ക് എത്തിക്കുന്ന 100 കണക്കിന് ആളുകളെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അപ്പോൾ നമുക്കറിയാം, ഇതൊരു സാമൂഹ്യ തിന്മയാണ്. അർബുദ രോഗം പോലെ, ക്യാൻസർ പോലെ ആളുകളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു തിന്മയ്ക്കെതിരെ നമുക്ക് പോരാടാം. എല്ലാ വർഷവും ഇതൊരാചരണമായിട്ട് മാറാതെ, നമ്മുടെ പല ആഘോഷങ്ങളും ആചരണമായിട്ട് മാറാറ് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടാം, ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ, പോരാടാം. ഈ ലഹരി എന്ന സാമൂഹ്യ തിന്മ, പലതരത്തിലുള്ള ലഹരികളുണ്ട്. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടാൻ നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. ഇവിടെ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എല്ലാവരും വലതുകരം മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. ഈ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി എഡ്വിൻ ബിജോയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ, പിന്നെ ഈ ടീച്ചർ, ഞങ്ങളുടെ പ്രിൻസിപ്പൾ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമുക്ക് സമീപകാലത്തായിട്ട് നമ്മുടെ യുവതലമുറയെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗം. അപ്പോൾ നിങ്ങൾ തീരെ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അതിൽ നിന്ന് വിമുക്തരായി നല്ല ബോധത്തോടുകൂടി വളർന്നു വരാനുള്ള ഒരു ഉദ്ബോധനം മാത്രമാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി നമ്മുടെ നാട്ടിൽ ഇത് കാണുന്ന എല്ലാവരും നമ്മുടെ ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് ഒരു എല്ലാവർക്കും അതൊരു ശ്രദ്ധേയമായൊരു വിഷയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികളും വളരെ അച്ചടക്കത്തോടു കൂടി ഈ ലഹരി വിരുദ്ധ സൈക്കിൾ റാലിയിൽ പങ്കെടുക്കേണ്ടതാണ്. ആരും പുറത്തോട്ടിറങ്ങിയ കൂടുതൽ അലങ്കോലങ്ങളൊന്നും സൃഷ്ടിക്കരുത്. ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോവാം.
മുൻപോട്ട് വരിക. നിങ്ങൾ ഇവിടെ തരുന്ന നിർദ്ദേശങ്ങൾ ഇച്ചിരി എല്ലാവരും കണ്ട് മുന്നോട്ട് വന്നേ, മുൻപോട്ട് വാ. എല്ലാവരും ഈ വണ്ടിയുടെ പിറകിലായിട്ട് എടുക്കരുത്, എല്ലാവരും കൂടി കയറുന്നുണ്ട്. കുട്ടികളോടെങ്കിൽ എല്ലാവരും നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം നമ്മുടെ സ്കൂളിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകൾ വെളിയിൽ കാണുമ്പോൾ അത് ഭംഗിയായി നടത്തിയെന്ന് ഉള്ള ഒരു അഭിമാനകരമായ രീതിയിലുള്ള കാര്യം പറയാൻ വേണ്ടി ഇടവരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ 2 ലൈനായി നമ്മുടെ കുരിശടിയുടെ മുമ്പിൽ സെബസ്ത്യാനോസിന്റെ കുരിശടിയുടെ അവിടം വരെ നമ്മൾ 2 ലൈനായിട്ട് പോകും നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് വേണ്ടി. അതിനുശേഷം നമ്മൾ അവിടുന്ന് അധ്യാപകർ ഒറ്റ ലൈനാക്കും. കാരണം വെച്ചാൽ വഴിയെ വണ്ടികളൊക്കെ വരുന്നതാണ്, അപ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൈക്കിളിൽ പോകുമ്പോൾ സൈക്കിള് പരസ്പരം കൂട്ടിയിരിക്കാതെ എല്ലാവരും ഒരാളുടെ പിറകിലായി തുടർന്ന് അതോട് താഴേക്ക് പോയി നേരെ ചന്തക്കുളത്തിന് സമീപത്തിലൂടെ ചന്തപ്പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നു. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നമ്മൾ നീണ്ടു റോഡ് നമ്മൾ ഏറ്റുമാനൂരിലേക്ക് പോകുന്നു. ഏറ്റുമാനൂർ ജംഗ്ഷനിൽ വന്നതിന് ശേഷം അതിനുള്ള റൂട്ട് ഇവിടെ വന്ന് ചേരുമ്പോൾ നമ്മുടെ ഈ സൈക്കിൾ റാലി സമാപിക്കും. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണം. പോകുന്ന വഴി നമ്മുടെ വിദ്യാലയ മുറ്റത്ത് ചരിത്രമെഴുതാൻ ഒരുങ്ങുന്നു. കണ്ണികളാകൂ, കാവലാകൂ, ലഹരിയുടെ വിഷച്ചൂളയിൽ കരിഞ്ഞു പോകാത്തൊരു നാളേക്കായി സിരകളിൽ ആത്മാഭിമാനത്തിന്റെ ചോരത്തിളപ്പുമായി അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ പ്രിയ കുട്ടികൾ അണിനിരക്കുന്ന ലഹരി വിരുദ്ധ സൈക്കിൾ റാലി പ്രയാണം ആരംഭിക്കുന്നു. മാതാപിതാക്കളുടെ സ്നേഹവും സംസ്കാരത്തിന്റെ മൂല്യവുമാകുന്ന 2 ചക്രങ്ങളിൽ ഉരുളുന്നതാണ് നമ്മുടെ ജീവിതം. ആ ചക്രങ്ങൾക്ക് ദിശ തെറ്റാതിരിക്കുവാൻ, ജീവിതത്തിന് വേഗത പകരുവാൻ ഇതാ ഈ ഇരുചക്രങ്ങൾ നാടിന്റെ കാവലാളുകളായി മാറുന്നു. ഇന്ന് കറങ്ങുന്ന ഈ സൈക്കിൾ ചക്രങ്ങൾ കേവലം യാത്രയല്ല, മറിച്ച് ലഹരി മുക്തമായ ഒരു നാളേക്കായുള്ള നമ്മുടെ കൂട്ടായ